ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടോഫി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ടോഫി കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള കേക്ക് നമ്മൾ കോഫിയുടെ ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഫിയും ടോഫിയും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. കോഫിയുടെ ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പൊടികളൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 4 മുട്ട ഇവിടെ പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കോഫിയുടെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കോഫിയുടെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ വാനില എസൻസ് അല്പം മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയുടെ അളവ് 1 കപ്പിന് 2 ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ട് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ കറക്റ്റ് അളവായിരിക്കും. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന കേക്കിൽ എപ്പോഴും നമ്മൾ മധുരം കുറച്ചിട്ട് ചേർക്കുകയാണ് കേട്ടോ നല്ലത്. അതായത് നമ്മൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് പൗഡർ ഷുഗർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുക്കുകയാണ് നല്ലത്. പിന്നെ നമ്മളത് ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കും, അതുപോലെ ക്രീമും എല്ലാം കൂടെ മധുരമാകുമ്പോൾ കേക്ക് പെട്ടെന്ന് മടുപ്പ് വരും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ഡ്രോപ്പ് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ഡ്രോപ്പ് മിൽക്ക് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമുള്ളതല്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്ന കേക്കാവുമ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടുള്ള പാലിൽ 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിലാണ് കേട്ടോ കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പതുക്കെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത്. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ. ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ മുഴുവൻ പൊടിയും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കൺവെൻഷൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഇതൊരു ഹൈറ്റ് കുറഞ്ഞ കേക്ക് ടിൻ ആയതുകൊണ്ട് ഞാൻ സൈഡിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 35 മിനിറ്റ് ടൈം വെച്ച് കൊടുക്കാം. കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കേക്കിലേക്ക് ടോഫി ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ടോഫി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോഫിയൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യാതെ പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ടിന്ന് മുങ്ങാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം വേണം നമ്മൾ ഈ കുക്കറിൽ നിന്ന് ടിന്നെടുക്കാൻ. എന്നിട്ട് ആ ടിന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇതുപോലെയുള്ള കളറിൽ മിൽക്ക് മെയ്ഡ് ഇതുപോലെ നല്ല കളറിൽ നല്ല ടോഫിയായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ആവശ്യത്തിന് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ടോഫി ക്രീമിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോഫി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കും ബേക്കായി വന്ന് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ കോഫി വെച്ചിട്ടാണ് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാരയും അതുപോലെ കോഫി പൗഡറും കൂടെ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോഫിയുടെ ചെറിയ ചെറിയ ഓരോ പീസൊക്കെ ഉണ്ട് കേട്ടോ ക്രീമിൽ, നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടില്ല. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിനെ കോഫി വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിനെയും കോഫി വെച്ചിട്ട് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുത്ത കോട്ടിങ്ങും കൂടി കൊടുക്കാം. അപ്പോൾ സൈഡിൽ നമ്മൾ ഈ ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ക്രംസ് പോലെ കാണുന്നത് ടോഫിയാണ് കേട്ടോ, ടോഫിയുടെ ചെറിയ ചെറിയ പീസാണ്. പിന്നെ മുകളിൽ ഇതുപോലൊരു വൈറ്റ് ക്രീം വെച്ചിട്ട് ഒരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി അടിഭാഗത്ത് ഇതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് ചെറിയൊരു ബോർഡറും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വെർമിസെല്ലിയും അതുപോലെ കുറച്ച് സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്